ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹീതമായ ഏതാനും നിമിഷങ്ങൾ കർത്താവ് നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് വചനം ധ്യാനിക്കുവാനും ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുവാനും കിട്ടിയിരിക്കുന്ന അവസരത്തിന് ഓർത്ത് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈശോയുടെ ഉത്ഥാനം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ. The resurrection of Jesus is the foundation of our faith. പ്രിയപ്പെട്ടവരെ, പൗലോസ് ലീഗ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-14 നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് യേശുവിൻ്റെ ഉത്ഥാനം. വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, The resurrection of Jesus is the story behind all human hope. എല്ലാ മാനുഷിക പ്രത്യാശയുടെയും ബാക്കിൽ കിടക്കുന്ന കഥ എന്ന് പറയുന്നത്, ചിന്ത എന്ന് പറയുന്നത് ഈശോയുടെ ഉത്ഥാനമാണ്. ഞാനൊരു സംഭവം തന്നെ ഓർക്കുകയാണ്. സെബാസ്റ്റ്യൻ എന്നു പേരായ ഒരാൾ ഒരു കാർ ആക്സിഡൻറ്റ് നട്ടെല്ലിന് സാരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞു. വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. ക്രമേണ അദ്ദേഹം നിരാശയിലേക്ക് പോയി. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ഏറെ വിശ്വാസം, ജീവിതത്തിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല ഭാര്യ, അവൾ അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ അടുത്ത് പോയി ഒരു കൊച്ചു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്ന് സാധിക്കുന്ന സമയങ്ങളെല്ലാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അധികാരികൾ അനുവദിക്കുന്ന സമയം മുഴുവൻ ബൈബിൾ വായിച്ചു തുടങ്ങി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം അവൾ വായിച്ച് സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലെ 28-ാം അധ്യായമാണ്. ആ വാചകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു വാചകം വായിച്ചപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, സ്റ്റോപ്പ്, ഒന്ന് നിർത്തിക്കേ. സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, നടക്കാനും മറ്റു ചലനങ്ങൾക്കാണ് ബുദ്ധിമുട്ടുള്ളത്, നാവിന് കുഴപ്പമൊന്നുമില്ല. നീ വായിച്ചത് ഒന്നുകൂടി ഒന്ന് വായിച്ചേ. ആ വാചകം ഇതായിരുന്നു, മത്തായി 28:6. അവൻ ഇവിടെയില്ല, താൻ അരുളിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഹീ ഈസ് നോട്ട് ഹിയർ, ഹീ ഈസ് റിസൺ. അവൻ ഇവിടെയില്ല, അവൻ അരുളിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റു. സെബാസ്റ്റ്യൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ എനിക്കൊരു ഉത്ഥാനമില്ലേ? ഈ കട്ടിലിൽ നിന്ന് എനിക്കൊരു ഉത്ഥാനമില്ലേ? എൻ്റെ ജീവിതത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് എനിക്കൊരു മോചനമില്ലേ? ചോദ്യവും ഉത്തരവും അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഞാൻ പറഞ്ഞു, ഭാര്യയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കും. കല്ലറിയെ തകർത്ത ഉത്ഥാനിത യേശു എന്നെ ഇവിടെ നിന്ന് ഉയർപ്പിക്കും. ഇനി നീയല്ല, ഞാനാണ് ബൈബിൾ വായിക്കുന്നത്. അന്നു മുതൽ അദ്ദേഹം ബൈബിൾ വായന തുടങ്ങി. പ്രത്യേകിച്ച് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഭാഗങ്ങൾ ഒന്നൊന്നായി വായിക്കാൻ തുടങ്ങി. കാരണം അത് അദ്ദേഹത്തിൻ്റെ കണ്ണു തുറന്ന ഒരു ഭാഗമായിരുന്നു. പൗലോസ് പറഞ്ഞില്ലേ, യേശു ഉത്ഥാനം ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. അവൻ ഇടിവില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതുപോലെയുള്ള പ്രത്യാശ നൽകുന്ന യേശുവിൻ്റെ ഉത്ഥാനത്തോട് ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങൾ അദ്ദേഹം വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഏറെ നാൾ കഴിഞ്ഞില്ല, അദ്ദേഹം ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിയുന്നതിന് മുൻപ് അദ്ദേഹം കട്ടിലിൽ എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങി. ക്രമേണ മെല്ലെ മെല്ലെ റൂമിൽ നടക്കാൻ തുടങ്ങി. സ്ട്രെച്ചർ ഉപയോഗിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. 1 മാസത്തിനുള്ളിൽ അദ്ദേഹം ഡിസ്ചാർജ് ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പറയുന്നത്, യേശുവിൻ്റെ ഉത്ഥാനം എന്ന് പറയുന്നത് ഒരു മുത്തശ്ശി കഥയല്ല, ഒരു തത്വശാസ്ത്രമല്ല. അത് മനുഷ്യന് പ്രത്യാശ നൽകുന്ന വലിയ യാഥാർത്ഥ്യമാണ്.
കല്ലറയെ യേശു തകർത്ത് മഹത്വപൂർണ്ണ ഉദ്ധാനം ചെയ്തുവെങ്കിൽ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന കല്ലറകളെ നമുക്ക് ഉദ്ധാനം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിൻ്റെ ഉദ്ധാനത്തെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. അതുകൊണ്ട് സെന്റ് ഇഗ്നേഷ്യസ് പറയുകയാണ്, ദ റിസറക്ഷൻ ഓഫ് ജീസസ് ദി ക്രൗണിങ് ട്രൂത്ത് ഓഫ് അവർ ഫെയ്ത്ത്. ദ റിസറക്ഷൻ ഓഫ് ജീസസ് ദി ക്രൗണിങ് ട്രൂത്ത് ഓഫ് അവർ ഫെയ്ത്ത്. യേശുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? അല്ലെങ്കിൽ അവൻ ഇവിടെ ഇല്ല, അവൻ ഉദ്ധാനം ചെയ്തു എന്ന് പറഞ്ഞ ആ തിരുവചനത്തിൻ്റെ സിഗ്നിഫിക്കൻസ്. യേശു മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന് പറയുന്നത് ഒരു മുത്തശ്ശി കഥയല്ല, അതൊരു പ്രതീകമല്ല, അതൊരു മനഃശാസ്ത്ര സാങ്കല്പിക കഥയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു ചരിത്രമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു രക്ഷയാണ്. എൻ്റെ രക്ഷയുടെ കഥയാണ്, എൻ്റെ രക്ഷയുടെ കഥയാണ്. ഞാൻ ഈ കല്ലറയ്ക്കുള്ളിൽ കടക്കേണ്ടവനല്ല. ഞാനിവിടുന്ന് മഹത്വപൂർണ്ണനായി ഉദ്ധാനം ചെയ്യണം. യേശുവിൻ്റെ ഉദ്ധാനത്തിൽ എനിക്ക് പങ്കുചേരണം. വിശുദ്ധ ക്രിസോസ്റ്റോം പറയുന്നു, ക്രോസ് ഇസ് ദ ബാറ്റിൽ ആൻഡ് ദ റിസറക്ഷൻ ഇസ് ദ വിക്ടറി. കുരിശ് ഒരു യുദ്ധമാണെങ്കിൽ, യേശുവിൻ്റെ പാടുവിടകൾ എനിക്കതിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധമാണെങ്കിൽ, യേശുവിൻ്റെ ഉദ്ധാനം എന്ന് പറയുന്നത് എൻ്റെ വിജയമാണ്. ഈ ബാറ്റിലെല്ലാം വിജയിച്ച് എൻ്റെ മഹത്വപൂർണ്ണ വിജയത്തെയാണ് ഞാൻ ഈ യേശുവിൻ്റെ ഉദ്ധാനം എനിക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉദ്ധാനത്തിലൂടെ യേശുവോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വലിയ സത്യമാണ്. അതാണ് ഈശോ പറയുന്നത്, I am the resurrection. I am the resurrection. ജോൺ 11:25. അതിൻ്റെ അർത്ഥം ഗ്രിഗറി നസിയാൻസൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. He does not say, I will give resurrection. No. He says, I am the resurrection. ഞാൻ തന്നെ റിസറക്ഷനാണ്. യേശുവിൻ്റെ ഐഡൻറ്റിറ്റി, യേശുവിൻ്റെ പേഴ്സണാലിറ്റി ഈ റിസറക്ഷനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റീനോസ് പറയുന്നത്, ഹി ഈസ് ദ റിസറക്ഷൻ ബൈ ഹിസ് വെരി നേച്ചർ. റിസറക്ഷൻ ഇസ് എക്സിസ്റ്റൻഷ്യൽ നേച്ചർ. റിസറക്ഷൻ ഓഫ് ജീസസ് ഇസ് എക്സിസ്റ്റൻഷ്യൽ നേച്ചർ. അതുകൊണ്ട് ഉദ്ധാനത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് യേശുവിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് അവിടുന്ന് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ലൂക്ക 9:22 അവിടുന്ന് പറയുന്നു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. The Son of Man should suffer, and on the third day he will rise again. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-22. യേശു പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണി 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമെന്നോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നു ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട, എന്താണ് എൻ്റെ അർത്ഥം? യേശുവിൻ്റെ പ്രവചനം, ഇത് യേശുവിന് വലിയൊരു ശക്തമായൊരു പ്രവചനമാണ്. നിങ്ങൾ ഈ ആലയത്തെ നശിപ്പിച്ചാൽ 3 ദിവസം ഞാൻ പുനരുദ്ധരിക്കും. യഹൂദന്മാർ വിചാരിച്ചു ഈ ദേവാലയം ഉദ്ദേശിക്കുന്നത് സോളമൻ 46 സംവത്സരം എടുത്ത് പണിത ദേവാലയമായിരിക്കുമെന്ന്. പക്ഷേ യേശു ഉദ്ദേശിച്ചത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. ഈ ആലയം നിങ്ങൾ നശിപ്പിക്കുക, 3 ദിവസത്തിനകം പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞാൽ യേശു തന്നെയാണ് ദേവാലയം എന്ന് അവിടെ സമർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇനി കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ കെട്ടിടത്തിനുള്ളിലല്ല. യേശുവിൻ്റെ ശരീരത്തിൽ നമുക്ക് രക്ഷകനെ കാണാൻ സാധിക്കണം.
ഉയർപ്പിന് ശേഷം യേശു ജീവിക്കുന്ന ദേവാലയമായി നമ്മോടത്ത് വസിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കണം. ഈ ദേവാലയം നശിപ്പിക്കുവാനുള്ളതല്ല, ഇത് മഹത്വപൂർണ്ണ ഉത്ഥാനം ചെയ്യുവാനുള്ളതാണ്. യേശു തൻ്റെ മരണവും ഉയർപ്പും ഇവരുടെ മുൻകൂട്ടി പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു എന്ന് പറയുന്നത് പഴയ നിയമ ആരാധനയുടെ പൂർത്തീകരണമാണ്. യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം ജെറൂസലേം ദേവാലയം അവരുടെ ആരാധനയുടെ കേന്ദ്രമാണ് എങ്കിൽ, പുതിയ ജനത്തെ സംബന്ധിച്ചിടത്തോളം യേശുവാണ് നമ്മുടെ ആരാധനയുടെ കേന്ദ്രം. യേശുവാണ് നമ്മുടെ ആരാധനയുടെ കേന്ദ്രം. യേശുവാകുന്ന മൂലക്കല്ലാണ് അവിടുത്തെ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. യേശുവിൻ്റെ ഉത്ഥാനമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനവും നമ്മുടെ ജീവിതവും തമ്മിൽ വളരെ വ്യക്തമായിട്ട് എസെൻഷ്യലി കണക്റ്റഡ് ആണ്. അതെങ്ങനെയാണ്? നമ്മൾ പറഞ്ഞ ആ ഉദാഹരണം തന്നെ എടുത്തു നോക്കി. സെബാസ്റ്റ്യൻ എങ്ങനെയാണ് ആ കട്ടിലിൽ തകർന്നു കിടന്നിരുന്ന സെബാസ്റ്റ്യൻ ശക്തിയോടെ ഉയർത്തത്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉത്ഥാനം ചെയ്തു. അവൻ ഇവിടെ ഇല്ല, അവൻ പറഞ്ഞിരുന്നത് ഉത്ഥാനം ചെയ്തു. ആ വചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വലിയൊരു ശക്തിയായി മാറി. അങ്ങനെയെങ്കിൽ എനിക്കും ഈ ശക്തി കിട്ടും എന്ന് ഉറച്ചു വിശ്വസിച്ചു. ഇനി പൗലോസ്ലേഹായിലേക്കും തിരിഞ്ഞേ. ഉദ്ധിതനായ യേശു പൗലോസിന് പ്രത്യക്ഷപ്പെട്ടു. സൗൾ, സൗൾ, വൈ ആർ യു പെർസിക്യൂട്ടിങ് മീ? നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? തുടർന്ന് നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സംഭവത്തെ ആസ്പദമാക്കി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ, ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ, നിത്യമായ സമ്മാനത്തിന് വേണ്ടി യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, സോൾ continued his journey to the same Damascus with a different division. പൗലോസ് അല്ലെങ്കിൽ സാവൂള്, മാനസാന്തരപ്പെട്ട പൗലോസായ വ്യക്തി ദമാസ്കസിലേക്കുള്ള യാത്ര തുടർന്നു. വഴി മാറിയില്ല, പക്ഷേ ലക്ഷ്യം മാറി. ഈ ഉദ്ധിതനെ കണ്ടുമുട്ടുന്നത് വരെ യേശുവിൻ്റെ നാമത്തെ, യേശുവിൻ്റെ സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി തീട്ടൂരമായി ഇറങ്ങിപ്പുറപ്പെട്ടവൻ ഉദ്ധിതനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉദ്ധിതന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. ഉദ്ധിതനെ പ്രഘോഷിക്കാൻ ജീവിതം സമർപ്പിച്ചു. അതാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, ഹി കണ്ടിന്യൂഡ് ദിസ് ഇൻ ദ സെയിം ഡയറക്ഷൻ വിത്ത് ബട്ട് ഡിഫറെൻറ്റ് വിഷൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതയാത്ര ഒരേ സ്ഥലത്തായിരിക്കും, ഒരേ വീട്ടിൽ, ഒരേ ഓഫീസിൽ, ഒരേ ജോലികൾ, ഒരേ ജീവിത സാഹചര്യങ്ങൾ, വ്യക്തികൾ, കൂട്ടുകാർ, എല്ലാം ഒന്ന്. ജീവിത പങ്കാളി, മക്കൾ, സാഹചര്യങ്ങളെല്ലാം ഒന്ന്. ഉദ്ധിതനെ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിഷൻ മാറും, നമ്മുടെ പ്രത്യാശ നിറയും. യേശു ഉദ്ധാനം ചെയ്തുവെങ്കിൽ ഞാനും ഉദ്ധാനം ചെയ്യും, എൻ്റെ ശരീരം ഉദ്ധാനം ചെയ്യപ്പെടേണ്ടതാണ്. ഈ ഒരു ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ബൈബിൾ വാക്യം കൂടി പറഞ്ഞുകൊണ്ട്. റോമ 8:11, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. വചനം ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം, വളരെ പ്രധാനപ്പെട്ട വചനമാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ ആത്മാവ് നമ്മളിലും വസിക്കുന്നു എന്നുള്ളതാണ്. യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മളിലും വസിക്കുന്നു. 1 കൊരിന്തോസ് 6:15, ഡോണ്ട് യു നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ്
പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങൾക്ക് അറിയില്ലേ? വീണ്ടും 19 ഇത് തന്നെ ആവർത്തിക്കുകയാണ്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇതാണ് യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. അതാണ് യേശു ഉദ്ധിതനെ വിശ്വസിച്ചാലുണ്ടാകുന്ന ആദ്യ ബലം. ഇനി തീർന്നില്ല. ഭാവിയിൽ ഈ ശരീരത്തിനും യേശുവിൻ്റെ ഇതുപോലെ മൊത്തം ഒരു ഉത്ഥാനം ലഭിക്കും. അത് ഉറപ്പാണ്. യേശുവിനെ പോലെ എനിക്ക് ഉദ്ധാനം ചെയ്യണം. മൂന്നാമതായിട്ട് ഇപ്പോൾ തന്നെ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എന്നിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം. ഉദ്ധാനം ചെയ്യണമെങ്കിൽ എൻ്റെ ഈ ശരീരത്തെ ഞാൻ മാന്യതയിൽ സൂക്ഷിക്കണം. യേശുവിൻ്റെ പീഡാസഹനങ്ങളിൽ ഞാൻ പങ്കുചേരണം. ആ ഒരു മനോഭാവത്തോടെ വിശ്വാസത്തോടെ എൻ്റെ സഹനങ്ങളെ ഞാൻ കാഴ്ചവെക്കണം. വിശ്വാസി ക്രിസ്തുവിനോട് കൂടെ ഐക്യത്തിൽ ജീവിക്കണം. യേശുവിനോട് കൂടെ ഐക്യത്തിൽ ജീവിക്കണം. എമ്മാവൂസിലേക്ക് ശിഷ്യന്മാരുടെ കഥ നമുക്കറിയാം അല്ലേ? നിരാശയുടെ പടുകുഴിയിൽ നിന്നാണ് അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്നത്. പക്ഷേ ഉദ്ധിതൻ അവരോട് കൂടെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ, വിഡ്ഢികളെ, മനുഷ്യപുത്രൻ ഈ പീഡകളെല്ലാം സഹിച്ച് ഉദ്ധാനം ചെയ്യേണ്ടവനായിരുന്നു നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? യേശു വചനങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ മനസ്സ് ത്രസിച്ചു, ജ്വലിച്ചു. അപ്പം അവർക്ക് കൊടുത്തു, വിശുദ്ധ കുർബാനയുടെ പ്രതീകമായി അപ്പം അവർക്ക് കൊടുത്തു. അപ്പോൾ കണ്ണുകൾ തുറന്നു. യേശു അപ്രത്യക്ഷനായി. അവർ ജെറുസലേത്തിൽ തിരിച്ചു പോന്നു. പോരുമ്പോൾ പറയാണ്, അവൻ നമ്മോട് സംസാരിച്ചിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഉദ്ധിതനെ അനുഭവിച്ചറിയുന്ന ആള് ഒരു തിരിഞ്ഞു നടപ്പ് ആവശ്യമുണ്ട്. വഴി തെറ്റിയാണ് പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്നതാണ് ഈശോയുടെ ഉത്ഥാനം. ഇനി നമ്മുടെ സാധാരണ ജീവിതത്തിലാണെങ്കിലും, ഞാൻ ആദ്യം കഥയിൽ സൂചിപ്പിച്ച പോലെ, ആ സെബാസ്റ്റിൻ്റെ സംഭവത്തിൽ പറഞ്ഞതുപോലെ, നമ്മുടെ രോഗം, നമ്മുടെ വേദന, നമ്മുടെ മരണം എന്നിവയിൽ നിന്നെല്ലാം ആശ്വാസം കിട്ടാൻ യേശുവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം നമ്മെ സഹായിക്കും. പാപത്തിനെതിരെ വിജയ ജീവിതം നയിക്കുവാൻ നമുക്ക് ശക്തി കിട്ടും. പൗലോസ്ലീഹയുടെ അനുഭവം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായി കാക്കുവാൻ നമുക്ക് സാധിക്കും. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഇതിനോടൊക്കെയുള്ള എൻ്റെ പ്രതികരണം എന്താണ്? യേശുവിൻ്റെ ഉദ്ധാനം നമ്മൾ വിശ്വസിക്കുന്ന നമുക്ക്, ആ ഉദ്ധാനത്തിൽ പങ്കുചേരുന്ന നമുക്ക്, അതിനോട് നമ്മുടെ പ്രതികരണം എന്താണ്? എന്തായിരിക്കണം? നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് എ ട്രാൻസിഷൻ ഫ്രം ഫിയർ ടു ഫെയ്ത്ത്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല. ജീസസ് ഇസ് അക്കംപനിങ് മീ. ദി റിസൺ ലോർഡ് ഈസ് വിത്ത് മീ. ദെൻ മൈ ലൈഫ് ഈസ് എ ട്രാൻസിഷൻ ഫ്രം ഡിസ്പയർ ടു ഹോപ്പ്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള ഒരു ജീവിതമാണ്. സെബാസ്റ്റ്യൻ്റെ ജീവിതം നിരാശ നിറഞ്ഞതായിരുന്നു. അവൻ പ്രത്യാശയിലേക്ക് മാറി. ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, എ ജേർണി ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് ആൻഡ് ഫ്രം ഡെത്ത് ടു ലൈഫ്. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ളൊരു യാത്ര. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പ പറയാണ്, ലെറ്റ് us ബി ഈസ്റ്റർ പീപ്പിൾ ആൻഡ് ഹല്ലേലൂയ ബി അവർ സോങ്. ലെറ്റ് us ബി ഈസ്റ്റർ പീപ്പിൾ ആൻഡ് ഹല്ലേലൂയ ബി അവർ സോങ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഉത്ഥാനം നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയായ ഈ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ട്, യേശുവിൻ്റെ ഉത്ഥാനത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്കും മഹത്വപൂർണ്ണ ഉത്ഥാനം ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ മഹത്വീകരിക്കാം, കൂടുതൽ വിശദീകരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.